नाम बोलो नाम। ഗരീമ. ഗരീമ कितने साल में തുടങ്ങിയല്ലേ? സമയം ഏകദേശം എനിക്കൊന്ന് 5 മണിയായി കാണും. എന്നോട് ഉള്ളിലേക്ക് വരാൻ. ഹായ് ബോലോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കൽക്കലാണ് കേട്ടോ. ഇന്നിപ്പോൾ കൽക്കന്ന് നമ്മൾ നേരെ കീർഗംഗ കയറാൻ വേണ്ടി പോകാം. ഏകദേശം 7 കിലോമീറ്റർ 7-7.5 കിലോമീറ്ററാണ് ട്രക്കിങ്. കീർഗംഗ എത്തുമെന്നറിയില്ല. എത്തുവാണെങ്കിൽ അവിടെ കയറി ടെൻ്റ് അടിക്കും. എല്ലാം അതിൻ്റെ പകുതിയിൽ എവിടെയാണെങ്കിൽ പകുതിയിൽ എവിടെയും ടെൻ്റ് അടിക്കും. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനും കാട്ടി തണുപ്പ് അവസ്ഥയാണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ ഒരു ജാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതാണ്. ഇവിടുന്ന് ഇനി താഴോട്ടേക്ക് ഇറങ്ങിയപ്പോൾ വേറെ ഷോപ്പുകളൊന്നുമില്ല. ആകെ ഒന്നേ ഉള്ളൂ. 1500 രൂപ പറഞ്ഞത്. 1500 പറഞ്ഞിട്ട് സംസാരിച്ച് ലാസ്റ്റ് 1100 വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കസോളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വെറും 800 രൂപക്കൊക്കെ 600 രൂപ 700 രൂപക്കൊക്കെ ഈ സാധനം കിട്ടുമായിരുന്നു. 1000 രൂപയ്ക്ക് നല്ല അടിപൊളി ജാക്കറ്റ് കിട്ടും. പക്ഷേ ഇവിടെ ഞാൻ വിചാരിച്ച പോലെയല്ല. രാവിലെ സമയമാകുമ്പോൾ നല്ലൊരു തണുപ്പെന്ന് വെച്ചാൽ വിറയിൽ വരുന്നൊരു തണുപ്പാണ്. ഇനി കുറച്ചും കൂടി ടോപ്പിലേക്ക് കയറുന്ന സമയത്ത് ഇതിലും കൂടുതൽ തണുപ്പുണ്ടാവാൻ എന്തായാലും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വിചാരിച്ച ഒരു ജാക്കറ്റ് വാങ്ങിയേക്കാം. ഒന്നാമത് പൈസയുടെ സീനാണ്. ഈ ജാക്കറ്റ് മേടിച്ചപ്പോൾ അതിലും കുറച്ചും കൂടി ഷോർട്ടായി. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഇതിൽ വരുന്ന പൈസയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വേറെ രീതിയിൽ ഇങ്ങനെ ലെവലാക്കി പോകും. എന്തായാലും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഒരിക്കലും എവിടെയും സ്റ്റോപ്പ് ആവില്ല, ഉറപ്പാണ്. ഇനി നമ്മൾ നേരെ കീർഗംഗ കയറുന്നതിന് മുന്നേ കഴിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. എന്നിപ്പോൾ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് നാളെ കുറച്ച് ചിക്കനൊക്കെ കഴിച്ചിട്ട്, മര്യാദയ്ക്ക് ചിക്കനൊക്കെ കഴിച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ 1/2 kg ചിക്കനൊക്കെ കിട്ടും. നമ്മുടെ നാട്ടിലെ പോലെ ഫുൾ കോഴിയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പകുതി വേണം വാങ്ങിക്കാം. ഒരു 1/2 കിലോ ചിക്കനും വാങ്ങിക്കാം. പിന്നെ കുറച്ചും കൂടി അരി കുറച്ചും കൂടി വാങ്ങിക്കാം. എന്നിട്ട് നേരെ നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ടെൻ്റൊക്കെ മടക്കി വെക്കണം. ടെൻ്റൊക്കെ മടക്കി വെച്ചിട്ട് നമുക്ക് നേരെ കീർഗംഗയുടെ മുകളിലേക്ക് കയറാൻ പറ്റും. നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ സൈഡിലും ബാക്കിലൊക്കെ ആയിട്ട് ഫുൾ ആപ്പിൾ തോട്ടാട്ടോ. ഇത് ഫുൾ ആപ്പിളാണ്, മൊത്തം ആപ്പിൾ തോട്ടമാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആപ്പിൾ പറിക്കുന്ന സീസണാണ് കേട്ടോ. നമുക്ക് പറിക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് നിലത്ത് വീണ ആപ്പിൾ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ മരത്തിൽ നിന്ന് പറിച്ച് കഴിച്ചാൽ ഇവിടുത്തെ കർഷകർ പ്രശ്നമാകും. ഈ കാണുന്നതൊക്കെ ഇവിടെയുള്ള കർഷകരാണ്. ഓക്കെ, എന്തായാലും ഇനി ഇന്നലെ രാത്രി അടുപ്പ് കത്തിക്കപ്പെട്ട പാട് കണ്ടല്ലോ. എന്തായാലും അതിനൊരു സൊല്യൂഷൻ കാണണം. കുറച്ച് കർപ്പൂരം കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് വെക്കണം. നമുക്ക് കർപ്പൂരം കത്തിച്ച് കഴിഞ്ഞാൽ കത്തി വിറകൊന്നും ചൂടായി കിട്ടും. അത് കുറച്ച് ഈസിയാവും നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കർപ്പൂരം എവിടെയും കിട്ടുകയാണെങ്കിൽ കർപ്പൂരം ഒപ്പിക്കണം. ഇവിടെയും കർപ്പൂരം തന്നെയാണ് പറയുക, വേറെ എന്തെങ്കിലും പറയും ദൈവത്തിനറിയാം. എന്തായാലും കർപ്പൂരം വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ കർപ്പൂരം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മേലെയാണ് ടെൻ്റ് ഇരിക്കുന്നത്. ടെൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഒരു ബ്രെഡും പിന്നെ ഈ കൽപ്പൂരത്തിന് 15 രൂപ കേട്ടോ. ഒരൊറ്റൊരു കൽപ്പൂരത്തിന് 15 രൂപ. പിന്നെ നമ്മൾ ക്യാഷ് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിലാണ് പേ ചെയ്യേണ്ടത്. അതിൻ്റെ 210 രൂപയാണ് ബില്ല് വന്നത്. ഇതിൽ പേ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 10 രൂപയും കൂടി കൊടുക്കണം. അവസ്ഥ പൈസ ഉണ്ടാക്കുന്നൊരു അവസ്ഥ കേട്ടോ. ഓക്കെ, താങ്ക് യു ഭയ്യ. എന്ത് ഭയ്യ, ഒരു മാതിരി കടക്കാരനാണ് കേട്ടോ. ഒരു സ്നേഹമില്ലാത്ത പോലെ. അതിനകത്ത് നമ്മൾ പൈസ ഇടുകയാണെങ്കിൽ 10 രൂപ ഇട്ട് 10 രൂപ ഇട്ട് കൊടുക്കുക. അതായത് 210 രൂപയുടെ സാധനം ആ ഒരു സാധനത്തിൽ പേ ചെയ്യുകയാണെങ്കിൽ 10 രൂപ എക്സ്ട്രാ കൊടുക്കണം. എൻ്റെ അമ്മേ, നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ ഈ ഒരു സംഭവത്തിലേക്ക് ഭയങ്കര സംഭവം കേട്ടോ. ഒരു പുറത്തുനിന്ന് ഒരു വ്യക്തി വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്താ വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിട്ട് നമ്മളെ കേരളക്കാരൊക്കെ അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു സല്യൂട്ട് നമ്മുടെ നാട്ടിന് കേട്ടോ. അടിപൊളി, കുഴപ്പമില്ല. ഇതുപോലുള്ള ഓരോരുത്തർ പരിചയപ്പെടുക, ഓരോ സ്ഥലത്ത് പറ്റിക്കപ്പെടുക, ഇതൊക്കെ തന്നെയാണ് എക്സ്പീരിയൻസ്. ഇനി അടുത്ത ചിക്കൻ്റെ വീഡിയോ പോയിക്കാൻ അവിടെ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഒരു നേപ്പാളീസാണ് ചിക്കൻ്റെ സ്റ്റോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഹലോ, नाम बोलो नाम। गरीमा कितने साल में पढ़ रहे हो? 10 में। कैसे पढ़ रहे हो? ऑनलाइन से? ऑनलाइन क्लास। तुम्हारा फ्रेंड किधर है? फ्रेंड जास्मीन को बोलो। जास्मीन है मेरा फ्रेंड। जास्मीन है तुम्हारा फ्रेंड? ഓ അതെ, എൻ്റെ ക്യാമറയും കൊണ്ട് ജാസ്മിനെ കാണിക്കട്ടോ. ഇതാണ് ജാസ്മിൻ, ഇവളെ ഫ്രണ്ടാണ് ഇത്ര. ഓ ജാസ്മിൻ, ഓക്കെ. पापा का नाम क्या है? शंकर। ओहो, तुम्हारा घर है? तुम्हारा घर उधर वीडान इतरे बैठ के वहाँ से खाना लेके बैठ के खाना। इधर से खाएगा, इधर से खाना लेके इधर पकाएगा। ओ कैसा पकाएगा? ऐसे क्या पकाएगा? चिकन
चिकन पकाएगा? चिकन पकाएगा। ओहो ये तो അതിൻ്റെ ഒരു സന്തോഷം കണ്ടോ നിങ്ങള്? അടിപൊളി കേട്ടോ, പെട്ടെന്ന് കമ്പനി. ഓ കേ 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 ഓ ഓ സോർ സത്യോ അവിടെ കിടന്നുറങ്ങാനും പറ്റുമെന്ന്. यहाँ पर ऐसे करके जाते हैं, कपड़े चेंज करते हैं, यहाँ से निकाल के कपड़े यहाँ से निकाल के चेंज करते हैं। ഒരു കുഞ്ഞി നേപ്പാളി കുട്ടിയേട്ടാ, അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര ആക്റ്റീവ്. यहाँ अंदर है, हमें कपड़े यहाँ पर मैं कपड़े खोल के रखती हूँ, सोती हूँ, नहाती हूँ, रख के कपड़े चेंज करती हूँ। ഓഹോ നല്ല വായടി കേട്ടോ. आपका घर कहाँ है? मेरा घर केरला. क्यों? केरला मालूम है क्या? केरला हाँ? तो आप थे। ജാസ്മിൻ ഞോ ജാസ്മിൻ നോന്ന് അത് കുറയ്ക്കുമ്പോ അടിപൊളി കേട്ടോ. ആ കടക്കാരൻ അപ്പുറത്തെ കടക്കാരൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കടക്കാരനും ഇവരെ ഫാമിലി അടിപൊളി. അന്തരായനാ എന്നോട് ഉള്ളിലേക്ക് വരാൻ. कैमरामैन देखो, हाय बोलो, हाय बोलो पूरा लोग. हाय फ्लाइंग किस दे दो, फ्लाइंग किस मतलब हाय. आपका फोन करो तो आपका घर, आपका मम्मी है, मम्मी है, आपका पापा है, पापा है, आपका एक से छोटा बच्चा है, बच्चे नहीं है. ऐसे कुत्ता है, हाँ मेरा पास कुत्ता है, उसका नाम है ओरियो. ओरियो, इसका नाम जैस्मिन है. यास्मीन. देखो इसका कान कैसे ऊपर होता है. ओ ऐसा मेरा नीचे होता है ओरियो का. क्यों? ओ उसका मॉडल ऐसा है ओरियो. हाय ओरियो बोलो. हाय ओरियो. ओ क्या कर रहा है ओरियो? അടിപൊളി കേട്ടോ. ആ ഒരു കടക്കാരൻ അങ്ങനെയാണെങ്കിൽ ഇവരുടെ കടക്കാരും ഈ ഒരു വീട്ടുകാരും അടിപൊളി കേട്ടോ. കുട്ടിയോട് സംസാരിച്ചപ്പോൾ തന്നെ ഒരുപാട് ഹാപ്പി. അപ്പോൾ എന്തായാലും ഇനി മുകളിലോട്ടേക്ക് പോയിട്ട് ഇനി ഫുഡൊക്കെ പാചകം ചെയ്യണം. ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, പിന്നെ ക്യാഷ് കൊടുക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയുള്ള കാഴ്ചകൾ വഴിയെ കാണാം. ഇന്നലെ സ്റ്റേ ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ സംഭവം കേട്ടോ. പുതിയ പണി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്നായിരുന്നു നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടുന്നായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടുന്ന് കഴുകി ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുടിക്കാനുള്ള ഒരു കുപ്പി വെള്ളവും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഒരു മിനിറ്റ് അപ്പോൾ നമുക്കിനി കീർഗംഗയിലേക്ക് പോവാം. കുടിക്കേണ്ട വെള്ളം എടുത്തിട്ടുണ്ട്, ചിക്കനും കഴുകി. ഇനിയിപ്പോൾ നേരെ മുകളിൽ എവിടെയെങ്കിലും എത്തിയിട്ട് ടെൻ്റ് അടിച്ചിട്ട് നമുക്ക് ചിക്കൻ കഴുകേണ്ട ആവശ്യമില്ലല്ലോ, നേരിട്ട് കുക്ക് ചെയ്താൽ പോരെ. എങ്ങനെയുണ്ട് ഐഡിയ? മുകളിലേക്ക് പോകാം. ഏകദേശം സമയം ഒരു 11:30-12 മണി ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, പക്ഷേ മലയുടെ മുകളിലായതുകൊണ്ട് ചൂടറിയില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുക കേട്ടോ. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ പോവാം. നല്ല 8ൻ്റെ പണി കിട്ടി കേട്ടോ. എൻ്റെ ഫോണ് ഞാനതാല് അങ്ങ് കാണുന്ന ഒരു സ്ഥലത്ത്, അതായത് ഒരു നിങ്ങൾക്ക് കാണൂല ക്യാമറയിൽ, ഒരു ചുവപ്പ് കളറ് വീട് കാണുന്നുണ്ടോ, അങ്ങ് ദൂരെ കേട്ടോ. ആ സ്ഥലത്ത് ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. കാരണം അവിടെ 2 മലയാളീസിനെ പരിചയപ്പെട്ടിട്ടുണ്ടായി വന്നപ്പാട്. അപ്പോൾ രാവിലെ ചിക്കൻ വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ ഫോണ് ചാർജിന് കുത്തിയിട്ടാണ് താഴേക്ക് ഇറങ്ങി പോയത്. ഇപ്പം ആണെങ്കിൽ ടെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി ഏകദേശം കുറച്ച് ദൂരം എത്തി. അവിടത്തേക്ക് ഇനി തിരിച്ച് പോയിട്ട് ഫോൺ എടുത്തിട്ട് വരുന്നത് ആലോചിച്ച് നോക്കിയിട്ട് അവസ്ഥ. ബാഗ് നോക്കി നടക്കാൻ വേണ്ടി പറ്റില്ല. അയ്യോ നല്ല ദൂരെയാണ് ഫോണ്. കാരണം കാണുന്ന അടുത്തൊന്നുമല്ല, നല്ല ദൂരം, ഏകദേശം ഒരു 3 കിലോമീറ്റർ ഇങ്ങ് അടുത്ത് ദൂരം ഉണ്ടാവും. ഈ ബാഗ് നോക്കിയിട്ട് സാധാരണ റോഡാണ് കുഴപ്പമില്ല, നടന്നു പോകായിരുന്നു. ഇത് ഫുള്ള് ഇങ്ങനെ കുണ്ടും കുഴിയും പാറയും, ഇതിലൂടെ ബാഗും തൂക്കിയിട്ട് നടന്നു പോകാൻ വേണ്ടി പറ്റില്ല. ഏകദേശം ബാഗിന് എനിക്ക് തോന്നുന്നു ഒരു 20-25 കിലോന് അടുത്ത് വെയിറ്റ് ഉണ്ട് ഇപ്പോൾ. അത് കൂടാതെ ഈ ചെറിയൊരു ബാഗ് ഉണ്ടല്ലോ, ഈ ബാഗിനകത്ത് അരി ഗോതമ്പ് പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റും കൊണ്ട് ഇനി താഴേക്ക് ഇറങ്ങി പോകണം. അല്ലാത്ത കഷ്ടമാട്ടോ, ശരിക്കും പെട്ടുപോയി. ഫോണില്ലാണ്ട് പറ്റൂല്ല. അപ്പോൾ ഈ ബാഗ് എവിടെയെങ്കിലും ഒരു സൈഡിൽ സേഫ്റ്റി ആയിട്ട് വെച്ചിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഓടി വരണം. റിസ്ക് ആണ്ടാ.
ചാലഞ്ചാണ്. നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളത്. തൽക്കാലം ബാഗ് ഇവിടെ വെക്കുക കേട്ടോ. ബാഗ് ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഓടിപ്പോണം. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ വന്ന വഴിയുണ്ട്. ആ വഴിയിലേക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. പെട്ടെന്ന് എത്തുന്ന വെച്ചാൽ ഒരു 10-20 മിനിറ്റ് ഒന്ന് ഓടിക്കഴിഞ്ഞാൽ, നിർത്താതെ ഓടിയാൽ എത്തും. ദൈവമേ, ആ ബാഗ് ആരും അടിച്ചുവേണ്ടി കൊണ്ടുപോകല്ലേ. കാരണം ആകെ അതേ ഉള്ളൂ സ്വത്തായിട്ട്. അയ്യോ അവസ്ഥ. ഈ കാണുന്ന ബിൽഡിങ്ങിനായിരുന്നു കേട്ടോ ചാറുതം വെച്ചത്. സാധനം കിട്ടി. ഇനി ഓടിപ്പോട്ടെ, ബാഗ് അവിടെ ഉണ്ടോ നോക്കട്ടെ ഫസ്റ്റ്. അയ്യോ ഗേറ്റ്. ഫോണ് കിട്ടി. ഫോണിലും എല്ലാം ബാഗ്. അവിടെ ബാഗിലാണ് കഴിക്കേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കേണ്ട സാധനം മൊത്തം അതിനകത്തുള്ളത്. അവിടെ നിന്ന് ആരും അതടിച്ച് വേണ്ടി കൊണ്ടു കഴിഞ്ഞാൽ കണക്കായി. സൂപ്പറാണ്ടോ, പൊളിയാണ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഫോൺ ഞാൻ വെച്ച് മറക്കുന്നത്. ഒന്ന് വേളാങ്കണ്ണി ഇതുപോലെ ഒരു ലോറിയിൽ കയറിയിട്ട് അവർ വെച്ച് മറന്ന് ഇപ്പോൾ ഇവിടെയും എൻ്റെ പൊന്നെ ബാഗ് കിട്ടി കേട്ടോ. സേഫായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 6.5 കിലോമീറ്റർ കയറാനുണ്ടാവും. കയറാനുള്ള സ്ഥലം എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ റൂട്ട്. കണ്ടോ നിങ്ങൾ, മരത്തിൻ്റെ വേരിൻ്റെ ഇടയിൽ കൂട്ടയും പിന്നെ ഒരുപാട് ഉരുളം കല്ലും. പക്ക അഡ്വഞ്ചറായിട്ടുള്ള വഴിയാട്ടോ. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കുണ്ട കാണാം. അഥവാ നിങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ നേരെ ഉരുണ്ടടിച്ച് താഴെ കിടക്കും. കയറി അത്ര സ്പീഡിൽ വേണ്ട താഴെ എത്താൻ വേണ്ടിയിട്ട് ഒന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് താഴെ എത്തിക്കോളും കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ വരേണ്ട സ്ഥലം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. കസോളിൽ വന്നു കഴിഞ്ഞാൽ എവിടെ കസോളിൽ എന്തൊക്കെ കാണാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീർഗംഗ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും പറയും. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ കൽഗ കയറിയിട്ടാണ് കീർഗംഗ പോകുക. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം കീർഗംഗയാണ്. ഇന്നലത്തെ വീഡിയോ കാണാത്തവരാരും കണ്ടുപോയി കണ്ടിട്ട് വരിക. ഇന്നലെ കീർഗംഗ നൈറ്റ് സ്റ്റേ ചെയ്തു. ഇപ്പോൾ രാവിലെ നമ്മൾ ഇന്നലെ നൈറ്റ് കൽഗ സ്റ്റേ ചെയ്തു. ഇപ്പോൾ നമ്മൾ കീർഗംഗയിലേക്ക് കയറി പോവാണ്. ഓക്കെ, ഇനി കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ശേഷിയൊന്നും ഇല്ല. നമ്മൾ ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ മുന്നിൽ കണ്ട സംഭവം കേട്ടോ, ഒരു വാട്ടർഫോൾ, ചെറിയൊരു വാട്ടർഫോൾ. പക്ഷേ ഇവിടുത്തെ ടാസ്ക് എന്ന് വെച്ചാൽ ആ പാലം കണ്ടോ നിങ്ങൾ, ജസ്റ്റ് ഒരു മരം കൊണ്ട് മാത്രം, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. അതായത് 3-4 കഷ്ണം മരക്കഷ്ണം തടി നേരെ വെച്ചിട്ട് നടുക്കുന്ന ഒരു 2 മരക്കഷ്ണം തടി കുത്തനെയും കൊടുത്തിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ഇവിടെ ഇറങ്ങിപ്പോകേണ്ട വഴി സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഈ കാണുന്നത് പാറയാണ്, സ്റ്റെപ്പല്ല കേട്ടോ. गिरगंगा कैसे आएगा? ऐसे। നമ്മക്ക് 8 മണി കിട്ടിട്ടോ. 7 കിലോമീറ്റർ ഒന്നല്ല കയറാനുള്ളത്, 10 കിലോമീറ്റർ ഇനിയും കയറാണ്. അതായത് 2.1 മണിക്കൂർ കയറിയാലേ 2 മണിക്കൂറും 1 മിനിറ്റും, അതായത് 2.25 മണിക്കൂർ കയറിയാൽ ഇനി മുകളിലെത്തുള്ളൂ. 10 കിലോമീറ്റർ ഇത് കയറിട്ട് എത്തുന്നില്ലല്ലോ. ഇനി ഒറ്റ പിടിച്ചോട്ടോ.
കിടന്ന് മുകളിൽ പിടിക്കണം, ടെൻ്റ് അടിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യമുണ്ട്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരുപാട് കുതിരി പശുവിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വളരെ അടിപൊളിയായ കാഴ്ചയാണ്. ഒരുപാട് പേര് കയറി ഇറങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടത്തേക്ക്. ഒരുപാട് ടൂറിസ്റ്റുകൾ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, ഒരുപാട് പേര് കയറി പോകുന്നുണ്ട്. അടിപൊളിയാണ്. ഞാൻ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഈ ഓരോ കർഷകരെ കാണുന്ന സമയം ചോദിക്കുമ്പോൾ പറയും 10 കിലോമീറ്റർ 8 കിലോമീറ്റർ എന്നൊക്കെ. ഇനി അവിടെ എത്തിയിട്ടില്ല. നല്ല രീതിയിൽ ക്ഷീണം പിടിക്കുന്നു. ഇവിടെ ഒരു വല്ലാത്ത തണുപ്പ്. എനിക്കൊന്ന് ഇവിടെ ഒരു വാട്ടർഫോളൊക്കെ ഉണ്ടാവുന്നു. കാരണം നല്ല രീതിയിലുള്ള വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കും. നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ശ്രദ്ധിച്ചു നോക്കിയേ. എന്തായാലും ഇവിടെ അടുത്തൊരു വാട്ടർഫോൾ കിട്ടാൻ ചാൻസ് ഉണ്ടാവും കേട്ടോ. നോക്കാം. ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ അടുത്ത് എന്തായാലും ഒരു വാട്ടർഫോൾ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. കാണാൻ കിട്ടി കേട്ടോ. എന്റെ പൊന്നോ, അടിപൊളി കേട്ടോ. ശരിക്കും ഇവിടെ 2 വാട്ടർഫോൾ ഉണ്ടെന്നാ പറഞ്ഞത്. ഒന്ന് ഇതും പിന്നെ രണ്ടാമത് വേറെ ഒരെണ്ണം കൂടി ഉണ്ടെന്ന്. ഇത് ഫസ്റ്റ് വാട്ടർഫോൾ, സെക്കൻഡ് വാട്ടർഫോൾ വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, ഒടുക്കത്തെ തണുപ്പ് കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് കുടിക്കാനൊരു വെള്ളം എടുക്കട്ടെ ഇവിടുന്ന്. രാവിലെ 11 മണിക്കാണ് തുടങ്ങിയല്ലേ. സമയം ഏകദേശം എനിക്കൊന്ന് 5 മണിയായി കാണും. 5:26 തള്ളുന്നില്ല കേട്ടോ. കാണുന്നുണ്ട് നിങ്ങൾക്ക്? 5:26 സമയം. അയ്യോ, 3 മണിക്കൂർ. അതും നേരെയുള്ള സ്ഥലമല്ല. ഒന്നാമത് സംഭവം എന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. കഴിക്കാതെ ഒരിക്കലും ട്രെക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്ത ഏറ്റവും വലിയ പൊട്ടത്തരം. സംഭവം ഞാൻ വിചാരിച്ചത് എനിക്കൊരു സാധാരണ ഞാൻ പോകുന്ന പോലെ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് കയറിയിട്ട് എനിക്ക് മുകളിലെത്താൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് അതിന് കൂടുതലായിപ്പോയി. ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ മുകളിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ആയിരുന്നു. ഇരുടാവുന്നതിന് വേണ്ടി മുന്നേ മുകളിലെത്തിയാൽ മാത്രമേ മര്യാദ ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇന്നലെ പെട്ടുപോയതുപോലെ പെട്ടു. ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കുന്ന സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കും. എനിക്ക് ബോഡി അത്രയ്ക്ക് വീക്കായി കഴിയുന്നില്ല. ഇനി ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ബാക്കിയുണ്ടാവും. തുടക്കം തൊട്ട് എല്ലാവരും തന്നെയാണ് പറയുന്നത് 4-5 കിലോമീറ്റർ 4-5 കിലോമീറ്റർ. ശരിക്കും പറഞ്ഞാൽ താഴെ തൊട്ട് 12 കിലോമീറ്റർ ഉണ്ട് കേട്ടോ മുകളിലോട്ടേക്ക്.
ഞാൻ 7 കിലോമീറ്റർ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടായിരുന്നു വന്നത്, പക്ഷേ 7 അല്ല 12 കിലോമീറ്റർ ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ടെൻ്റ് അടിക്കേണ്ട സ്ഥലം എവിടെയും കിട്ടുവാണെങ്കിൽ ടെൻ്റ് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നമുക്ക് മുകളിലോട്ട് കയറാം. ഇതിവിടെ മുകളിലോട്ട് കയറി വരുമ്പോൾ ചെറിയൊരു സ്റ്റാളാട്ടോ. അവിടെ ചായക്കടയാന്ന് തോന്നും. ചായക്കട, ബിസ്ക്കറ്റ്, കൊക്കക്കോള, പെപ്സി ഇതൊക്കെ ഇവിടെ കിട്ടും. പിന്നെ അവിടെ കീർഗംഗ ടെൻറ്റ് ബുക്കിംഗ് ഫ്രം ഹെയർ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് മുകളിൽ ടെൻറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യണം എന്ന്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ചിലപ്പം അവിടെ ടെൻറ്റ് റെൻറ്റിന് കിട്ടുമായിരിക്കും. അവരടിച്ചു വെച്ച ടെൻറ്റിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടാവും. അതിനായിരിക്കും ചിലപ്പോൾ ബുക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്വന്തം ടെൻറ്റിലാണല്ലോ. എന്തായാലും മുകളിലേക്ക് പോയി നോക്കാം. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ കേട്ടോ. കുറേ സമയമല്ലേ 3 കിലോമീറ്റർ 3 കിലോമീറ്റർ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കും നല്ല ക്ഷീണമുണ്ട്. 3 കിലോമീറ്റർ ഞാനും കുറേ സമയം മനസ്സിലിങ്ങനെ വിചാരിക്കുക, പെട്ടെന്ന് എത്തിയാൽ മതിയായിരുന്നു. അയ്യോ, ഇനി 1.5 കിലോമീറ്റർ കേട്ടോ. എൻ്റെ പൊന്നെ, ഉറക്കൊക്കെ വരുന്നു. കണ്ണൊക്കെ നോക്കിയോട്ടെ. ഇനി ഏകദേശം 1.5 കിലോമീറ്ററും കൂടി മുകളിൽ കയറാണ്ടെന്നാ പറഞ്ഞേ. മുകളിലേക്ക് പോവാ. ഏകദേശം വെളിച്ചൊക്കെ പോയി കേട്ടോ. ഈ കാണുന്നതാണ് കീർഗംഗ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇവിടുത്തെ ഒരു ക്യാമ്പിംഗ് സ്പോട്ടാണ് ഇത് കാണുന്നത്. ഫുൾ ടെൻ്റാണ്. ടെൻറ്റ് ഫുള്ള് റെൻറ്റിന് കൊടുക്കുന്നതാണ്. ഈ സ്ഥലത്ത് നമ്മളെ ടെൻ്റ് അടിക്കാൻ എവിടെ സ്പേസ് കിട്ടുമെന്ന് ശരിക്കും അറിയില്ല. ടെൻ്റ് അടിക്കുമ്പോൾ പ്രശ്നമാവുമെന്ന് അറിയില്ല. അതായത് നോക്കാം നമുക്ക്. ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ ടെൻ്റ് അടിക്കണം. പക്ഷെ ഇവിടെ എവിടെ അടിക്കാനാ? ഫുള്ള് സീനാണല്ലോ. ഞാനിവിടെ എത്തിയിട്ട് ടെൻ്റ് അടിക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ തേടി പോകട്ടോ. പേടിച്ചാൽ പോയത്. കാരണം ഇവിടെ ഒരുപാട് ടെൻ്റ് ഉണ്ട്. ആരെങ്കിലും ടെൻ്റ് അടിച്ചാൽ വന്ന് പ്രശ്നമാക്കും, അങ്ങനെയുള്ള ഒരുപാട് പേടി ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു സ്ഥലത്ത് ടെൻ്റ് പുറത്തിട്ടു. ടെൻ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 ബ്രദേഴ്സ് വന്നു. ഇവർ 2 പേരെ വന്നത്. भैया का नाम? बॉबी ठाकुर. गाँव की तरह? कुल्लू में. इधर बिजनेस कर रहा है. ट्रैकिंग का कंपनी है. ओके, तुम्हारा डिटेल्स बताओ. वो यही है जो इसका कैंप का नाम? गोल्ड स्टार. ओके, कितना पैसा? कम रेट में कितना पैसा है? लगभग इमरजेंसी के हिसाब से, किसी को बंदे को इमरजेंसी है तो उस हिसाब से होता है. वैसे लगभग आपका, जैसे आज का थोड़ा सीजन हमारा वीक रहता है. ओके. इसमें थोड़ा मतलब हमारे पास कैंप भी है, डोम भी है. जो डोम में हमारा 100 से स्टार्ट रहता है पर पर्सन खाली सोने का. और बाकी कैंप हमारे कपल टेंट है और बड़े टेंट है. जो बड़े टेंट हमारा 700 प्लस रहता है. छोटा टेंट है कपल जो 500 प्लस रहता है. मतलब 500 के समथिंग रहता है. ഓക്കെ ഭയ്യ. ഓക്കെ, കേരളത്തിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ. इसका नाम क्या है? कैंप का तुम्हारा? गोल्ड स्टार. സംഭവം എന്ന് വെച്ചാല് ഞാൻ ടെന്റ് അടിക്കാൻ പോകുന്ന സമയത്ത് എന്റെ അടുത്തേക്ക് വന്നു. എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു,
ടെന്റ് അടിക്കാൻ പോകണോ? ഞാൻ പറഞ്ഞു അതേ ബ്രോ പ്രശ്നമുണ്ടോ? പ്രശ്നമുള്ള ടെന്റ് അടിച്ചോളാൻ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് അവർ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്തു. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഒന്നുമില്ല, വന്നിട്ട് എനിക്ക് ഒരു കാര്യമില്ല, എൻ്റെ പൈസ ഇല്ലാന്ന് പറഞ്ഞു. ലാസ്റ്റ് സംസാരിച്ച് ലാസ്റ്റ് പറഞ്ഞു ബ്രോ പൈസ എന്ന് പറഞ്ഞൊരു കാര്യം നീ വന്ന് കിടന്നുറങ്ങിക്കോ. അതിന് ഇവിടെ നിന്ന് കിടന്നുറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം, എൻ്റെ കയ്യിൽ അരിയും കാര്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നമ്മളെന്തെങ്കിലും ഉണ്ടാക്കി തരാൻ കുഴപ്പമില്ല, നീ വന്നോന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി പോകാൻ നേരത്തെ ഇവന്മാർ പൈസ ചോദിക്കുമോ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വയ്യെ കാണാം. വന്ന് കയറിയിട്ടുള്ളൂ, ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു ഇവിടെ കിടന്നുറങ്ങിക്കോന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല. ഓ താങ്ക് യു ഭയ്യ. അപ്പം എന്തായാലും നമുക്ക് കാണാം. ശരിയാ ഓക്കെ. അപ്പം എനിക്ക് ഇവിടുത്തെ ഭയ്യന്മാർ കുറച്ച് ചോറും പിന്നെ മമ്പയർ കറി കേട്ടോ. മമ്പയർ കറിക്ക് ഇവിടെ പറയുന്നത് ഭയ്യ സാലൊക്കെ ക്യാ പോലേക്കാ ഇസ്കോ രാജ്മഹ എന്നാട്ടോ ഈ മമ്പയർ കറിക്ക് പറയുന്നത്. സംഭവം ആയിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസ് എന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര ഫ്രൈഡ് റൈസിന് അത്ര വരില്ല, പക്ഷെ എന്നാലും ഓരോ നാട്ടിലെത്തുമ്പം അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത ഭക്ഷണം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ വാങ്ങിച്ചു വെച്ച ചിക്കനും കാര്യങ്ങളൊക്കെ ബാഗിൽ അങ്ങനെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ തണുപ്പിൻ്റെ സമയമായതുകൊണ്ട് കുഴപ്പമില്ല, ചിക്കൻ പിടക്കാവില്ല എന്നാണ് പറഞ്ഞത്. നാളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അത് വെച്ചിട്ട്. ഓക്കെ, ഇപ്പം ഇതൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം ഇരുന്നൊന്ന് സംസാരിക്കാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചപ്പോഴേക്ക് നേരെ കിടന്നുറങ്ങിട്ടോ. നല്ല ക്ഷീണമായിരുന്നു. ഏകദേശം ഒരു 14 കിലോമീറ്ററാണ് അവർ പറഞ്ഞത്. 14 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കയറി വരാൻ പറയുമ്പോൾ ആലോചിച്ച് നോക്കിയിട്ട് എൻ്റെ പൊന്നെ വല്ലാതെ ക്ഷീണമായിരുന്നു. നേരെ കിടന്നുറങ്ങി. ഇപ്പോൾ കുറച്ച് നേരത്തെ എണീച്ചു, പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. നാളെ ഇവിടുന്ന് തൊട്ടാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇത്രയും വലിയ മലയുടെ മേലെ ഈ തണുത്ത് പോകുന്ന സ്ഥലത്തിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് ഒരു യന്ത്രവും ഒരു മെഷീനും കൂടാതെ ചൂടുവെള്ളമുണ്ട് ഒരു അമ്പലത്തിനടുത്ത്. ആ ചൂടുവെള്ളം ഭൂമിയിൽ നിന്നാണ് വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ പിന്നെ കീർഗംഗേരിയുള്ള ഒരു കാഴ്ചകളും പിന്നെ കീർഗംഗേരി നമ്മൾ നേരെ ബുൻബുനി എന്ന സ്ഥലത്തേക്ക് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല. ഒരുപാട് ആനിമൽസും പിന്നെ കാട്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അഡ്വഞ്ചറായിട്ട് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ എവിടത്തേക്കെങ്കിലും പോവാം. ആ വീഡിയോസൊക്കെ നാളെ ആയിരിക്കും നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ തൊട്ട് കഴിഞ്ഞാൽ ടിങ് ആക്കി കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതും ഗിവ് അവേ വീഡിയോ തന്നെയാണ് കേട്ടോ. ഇതിനകത്തും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് നിങ്ങൾ ഇടുക. ഈ വീഡിയോ പരമായിട്ടുള്ള എന്തെങ്കിലും കമൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് നിങ്ങൾ കമൻറ്റിനാണെങ്കിൽ, അതായത് നിങ്ങളിടുന്ന കമൻറ്റിന് ലൈക്ക് കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങളിടുന്ന കമൻറ്റിന് ലൈക്ക് കൂടുതൽ നിങ്ങളെ കമൻറ്റിനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്ലാഗ് കിട്ടുന്നതായിരിക്കും. ഡെബിറ്റ് ഫ്ലാഗാണ് കേട്ടോ, വലിയ സംഭവമൊന്നുമില്ല, ചെറിയൊരു ഫ്ലാഗാണ്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കേണ്ടവർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണം കമൻറ്റ് ചെയ്യുക, നെഗറ്റീവ് പോസിറ്റീവ് എന്തായാലും കമൻറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായത്തിലൂടെയാണ് എൻ്റെ തെറ്റുകൾ എൻ്റെ പോരായ്മകൾ എനിക്ക് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലീസിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഉപകാരമാവും. ഈ സ്ഥലങ്ങളൊക്കെ കാണാനും ഇതിനെക്കുറിച്ച് അറിയാനൊക്കെ നന്നായിരിക്കും തോന്നുന്നു. ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാലും ഇനിയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഒരു ആവേശം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ടാറ്റ, ബൈ ബൈ, ടാറ്റ.